ദൈവം ഒരു ദർശനം തന്നാൽ അതോടെ ലൈഫ് ഭയങ്കര സ്ട്രോങ് ആവും. നിങ്ങൾ തന്നെ സ്ട്രോങ് ആവും. എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട്, മീനിങ് ഉണ്ട് ലൈഫിന്. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നതിന് വേണ്ടിയാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദിവസം കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. എത്ര പേര് സന്തോഷിച്ച് ഉല്ലസിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് കർത്താവിനെയൊക്കെ ആരാധിക്കും. പക്ഷേ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഭാഗ്യം വേറെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കേണ്ടി വരും. അത്രയും സന്തോഷമാണ് കർത്താവിലുള്ള സന്തോഷം. ആ സന്തോഷം നമുക്ക് ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. ഒന്നിനും അതിന് അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. ലോകത്തിലെ മറ്റെന്ത് സന്തോഷമാണെങ്കിലും 1 മണിക്കൂർ 2 മണിക്കൂർ ചില ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അത് തീർന്നു പോകും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പം റിലേറ്റീവ്സ് മാത്രമുള്ള ഗെറ്റ് ടുഗദർ, ചിലപ്പോൾ ഫ്രണ്ട്സ് മാത്രമുള്ള ഗെറ്റ് ടുഗദർ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരൊക്കെ നമ്മുടെ വീട്ടിൽ വരികയും രാത്രിയൊക്കെ കുറേ നേരം വർത്തമാനമൊക്കെ പറയുമ്പോൾ. പക്ഷെ അവരൊക്കെ പോയി കഴിയുമ്പോൾ ആ സന്തോഷം അങ്ങ് അവസാനിച്ച് പോകും. പക്ഷേ കർത്താവിലുള്ള സന്തോഷം അങ്ങനെയല്ല. അതിങ്ങനെ നിലനിൽക്കുന്ന സന്തോഷമാണ്. എന്തൊക്കെ സംഭവിച്ചാലും, എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ആ സന്തോഷം നമ്മളെ വിട്ടുമാറത്തില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സന്തോഷത്തിൻ്റെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, നമുക്കൊരു കീ സ്പോൺസറാണുള്ളത്. അങ്കമാലിയിൽ നിന്ന് അക്ഷയ് ആൻഡ് മിനു ഫാമിലിയാണ്. താങ്ക് യു അക്ഷയ് ആൻഡ് മിനു. ഇന്ന് മകൻ എവിൻ അക്ഷയുടെ 2ാമത്തെ ജന്മദിനമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. വാവ്, ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് എവിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ മകൻ എവിൻ അക്ഷയ് ദൈവ പൈതലായിട്ട് വളരുവാൻ, അതുപോലെ ഭാര്യ മീരുവിന് ഓസ്ട്രേലിയയിൽ പോകുവാനുള്ള കാര്യങ്ങളെല്ലാം വേഗത്തിൽ ശരിയാകുവാൻ സ്വർഗത്തിലെ കർത്താവേ, അങ്ങയുടെ വഴികൾ, വാതിലുകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ യേശുവിൻ്റെ നാമത്താൽ അത് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ കർത്താവേ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. സ്പോൺസർ ചെയ്ത അക്ഷയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നമേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ. ഈ ബുധനാഴ്ച എന്ന് വെച്ചാൽ നാളെ വൈകിട്ട് 6:30 മണിക്ക് കഴക്കൂട്ടത്തുള്ള കാർത്തിക് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് ആണ് ദ ഗ്യാദറിംഗ്. പാസ്റ്റർ ഡാമിയൻ അവിടെ വന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഇംഗ്ലീഷിലുള്ള മെസ്സേജൊക്കെ ആണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ഭാഷയൊക്കെ മനസ്സിലായെങ്കിൽ ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം വലിയ കാര്യങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ എല്ലാവർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവുമായിട്ട് ബ്രദർ ഡാമിൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷേ അതിന് മുന്നമേ കുറച്ച് സമയം നമുക്കൊന്ന് കർത്താവിനെ ആരാധിക്കാം. എന്നിട്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ഗോഡ് ബ്ലെസ് യു. തന്മാർവിലല്ലാതില്ലേ
വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ പുതിയൊരാഴ്ച തുടങ്ങി വെച്ചു. എന്ന് വെച്ചാൽ മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തെ മോർണിംഗ് ഗ്ലോറി ഇന്നലെ ആയിരുന്നു. ഇന്ന് മാർച്ച് 3 ട്യൂസ്ഡേ. നിങ്ങളുടെ കയ്യിലുള്ള ഡയറിയിൽ 3-ാമത്തെ പേജ് എടുക്കുക. അവിടെ ഫോക്കസ് വേർഡ് ഈസ് വിഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഒത്തിരി പേര് ചിന്തിക്കാത്തതുമാണ്. എന്നാൽ ദർശനം, എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ദർശനം. കമൻറ്റ് സെക്ഷൻ എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ തൽക്കാലം ലൈവിലെങ്കിലും ടൈപ്പ് ചെയ്യുക, എഴുതി വെക്കുക, വാഗൊണ്ട് പറയുക ദർശനം. ഹബക്കക്ക് ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് നമ്പർ 2. ഹബക്കൂക്ക് എന്നൊരു പ്രവാചകനുണ്ട്. പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ റൈറ്റ് ഡൗൺ ദ റെവലേഷൻ ആൻഡ് മേക്ക് ഇറ്റ് പ്ലെയിൻ ഓൺ ടാബ്ലറ്റ് സോ ദാറ്റ് എ ഹെറൾഡ് മേ റൺ വിത്ത് ഇറ്റ്. നിൻ്റെ ദർശനം കേൾക്കുന്നവൻ അതുമായി ഓടത്തക്ക രീതിയിൽ തെളിവായി എഴുതുക. പല രീതിയിലാണ് എൻ്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ മലയാളം സ്ക്രീനിൽ കാണാം. ഡെക്ലറേഷൻ കൊടുത്തിരിക്കുന്നത് ഗോഡ് ക്ലാരിഫൈസ് മൈ വിഷൻ ടുഡേ. ഐ ബിൽഡ് വിത്ത് ക്ലാരിറ്റി, പേർപ്പസ് ആൻഡ് ഫോക്കസ്. അപ്പോൾ ഇന്ന് വിശ്വസിക്കണേ, ദൈവം ഇന്നുകളുടെ ദൈവമാണ്. Our God is a God of today's salvation. Today is your healing. So today is your protection. Today is your goodness, not tomorrow. Tomorrow എന്ന് പറയുന്നത് ഫറവോൻ്റെ വാക്കാണ്. ഫറവോനോട് മോശ പ്രാർത്ഥിക്കട്ടെ എന്ന് വെച്ചാൽ ഇന്ന് വേണ്ട, നാളെ പ്രാർത്ഥിച്ചാൽ മതി. അതാണ് ടുമോറോ എന്ന് പറയുന്നത്. നാളെ എന്ന് പറയുന്നത് ഭാഗ്യക്കുറിയാണ്. നാം ഭാഗ്യക്കുറിയല്ല, നമ്മൾ ബ്ലെസ്ഡ് ആണ്, നമ്മൾ ഭാഗ്യവാന്മാരെന്നാണ് പല സ്ഥലത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് അനുഗ്രഹീതർ എന്നാണ് അവിടെ വരേണ്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അത് ഭാഗ്യമല്ല, അനുഗ്രഹമാണ്, ലക്കിയല്ല. പക്ഷെ അന്നങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയി. പക്ഷേ ചില ട്രാൻസ്ലേഷനുകളിൽ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, അനുഗ്രഹീതർ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് പറ. അതൊക്കെ എഴുതുക, ടൈപ്പ് ചെയ്യുക. ഈ ഹബക്കൂക്ക് 2:2 നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ ബൈബിളിൽ നിന്ന് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. ചാറ്റ് ഹോസ്റ്റുകൾ അത് ലൈവിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും ആക്റ്റീവ് ആകുക. ഒരു ഹാഫ് ആൻ അവർ നമുക്ക് പൊളിക്കണം, ഇൻ്റർനെറ്റിനെ പൊളിക്കണം. ഇൻ്റർനെറ്റിലോട്ടൊക്കെ ദൈവവചനം കയറട്ടെ. പ്രൈസ് ഗോഡ്. സോ ബൈബിൾ റീഡിങ് പ്ലാൻ അനുസരിച്ച് എല്ലാവരും ദിവസവും ദയവായി വായിച്ച് ടിക്ക് ചെയ്യണേ. ഞാനതിൽ ടൈം എടുക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. വിഷൻ, ദർശനം പറഞ്ഞേ. നമ്പർ 1 എഴുതുക. വിഷൻ ബിഗിൻസ് വിത്ത് റെവലേഷൻ. വെളിപ്പാടിൽ നിന്നാണ് ദർശനം ഉണ്ടാകുന്നത്. വെളിപാടിൽ നിന്നാണ് ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ ദർശനത്തിൻ്റെ ആരംഭം വെളിപ്പാടാണ്. അകത്തൊരു കാര്യം റിവീൽ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് വിഷൻ ഉണ്ടാകുന്നത്. ഓൾറൈറ്റ്. ഹബക്കക്ക് ഡിഡ് നോട്ട് ഇൻവെൻറ്റ് ദ വിഷൻ, ഹി റിസീവ്ഡ് ഇറ്റ്. ഹബക്കൂക്കിനെ കുറിച്ച് പറയുന്നത് പ്രവചനം ആ പുസ്തകം എടുത്ത് വായിച്ചാൽ, ഹബക്കൂക്ക് ഒരിക്കലും ദർശനം കണ്ടുപിടിക്കുകയല്ല ചെയ്തത്, പകരം പ്രാപിക്കുകയാണ് ചെയ്തത്. ദർശനത്തെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. വി ഷുഡ് റിസീവ് റെവലേഷൻ. വിഷൻ ഈസ് നോട്ട് ആംബിഷൻ, ഇറ്റ് ഈസ് റെവലേഷൻ. ദർശനം എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷമല്ല. ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പ്രൈമറി ക്ലാസ് മുതൽ സാധാരണ ടീച്ചേഴ്സ് കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് യുവർ ആംബിഷൻ ഇൻ ലൈഫ്? ആൺകുട്ടികളും പെൺകുട്ടികളും, ഐ വോണ്ട് ടു ബിക്കം എ നഴ്സ്, ഐ വോണ്ട് ടു ബിക്കം എ പൈലറ്റ്, ഐ വോണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഐ വോണ്ട് ടു ബിക്കം ആൻ AI ഗൈ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലമാണല്ലോ. സോ ഐ വോണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്. സോ ഇങ്ങനെ എല്ലാവരും അവരവരുടെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറയും. ഈ ആംബിഷൻ, എനിക്ക് ഭാവിയിലൊരു ടീച്ചറാകണം, നേഴ്സാകണം, പൈലറ്റാകണം, കപ്പിത്താനാകണം, ഇതൊന്നുമല്ല ദർശനം എന്ന് പറയുന്നത്. അത് അഭിലാഷമാണ്. അത് മാനുഷികമായി നമ്മുടെ അകത്തുള്ള ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആകണം. വിഷൻ ഈസ് റെവലേഷൻ. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം റെവലേഷൻ. ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വെളിപ്പാടിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ദർശനം. ട്രൂ വിഷൻ ഈസ് ബോൺ ഇൻ പ്രേയർ. ശരിയായ ദർശനം എങ്ങനെ ഉണ്ടാകുന്നറിയുമോ? പ്രാർത്ഥനയിലാണ്
പ്രാർത്ഥിച്ച് 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 ദൈവത്തോട് അടുക്കുമ്പോൾ അകത്ത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് ദർശനം. ഒത്തിരി പേര് ദർശനത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചിലർ ദർശനം എന്ന് പറയുന്നത് അവരുടെ മിഷനെ നോക്കിയിട്ടാണ്. ദൗത്യം നോക്കിയിട്ട് ദർശനം എന്ന് പറയും, ദർശനത്തെ നോക്കിയിട്ട് ദൗത്യം എന്ന് പറയും. വിഷനും മിഷനും പലർക്കും കൺഫ്യൂഷനാണ്. ഇറ്റ് കംസ് വെൻ വി പൊസിഷൻ അവർ സെൽവ്സ് ടു ഹിയർ ഗോഡ്. ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കുമ്പോഴാണ് അത് നമുക്ക് ലഭിക്കുന്നത്. ചില വചനങ്ങൾ തരാം. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വചനം ആദ്യം തരാം. സദൃശവാക്യങ്ങളിൽ 20:18, Proverbs 20:18. അതിൽ കാണുന്നത് there is no revelation, people cast off restraint. വെളിപാടില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. എവിടെയെങ്കിലും ആളുകൾ മര്യാദകേടായി നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു റെവലേഷൻ ഉണ്ടായിട്ടില്ല, ദൈവത്തിനുള്ള വെളിപാട് കിട്ടിയിട്ടില്ല. ജെറമായ 33:3, യിരെമ്യാവിൻ്റെ പുസ്തകം 33:3 ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കർത്താവിൻ്റെ ഫോൺ നമ്പർ എന്നറിയപ്പെടുന്ന വചനമാണ്. Call to me and I will answer you. എന്നെ വിളിച്ചപേക്ഷിച്ച് ഞാൻ നിനക്ക് ഉത്തരം തരാം. അതിനുശേഷം and tell you great and unsearchable things you do not know. നിനക്കറിഞ്ഞുകൂടാത്ത അഗോചരമായ കാര്യങ്ങൾ പോലും ഞാൻ വെളിപ്പെടുത്തി തരാം. സോ പ്രാർത്ഥിക്കുമ്പോൾ ask, call to me, that is prayer. So when we pray, he will reveal unsearchable things or hidden things. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വരെ ആ ഗോചരമായ എന്ന് വെച്ചാൽ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതിനപ്പുറത്ത് ഇരിക്കുന്ന മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലും പ്രാർത്ഥിച്ചാൽ ഞാൻ വെളിപ്പെടുത്തി തരാമെന്ന് കർത്താവ് പറയുന്നത്. അടുത്ത് കേൾക്കണോ? എഫീസ്യ ലേഖനം 1:17-18 വായിച്ചു നോക്കണം. Ephesians chapter 1 verses 17 and 18. That the eyes of your heart may be enlightened. Eyes of your heart. എല്ലാവരും ഇവിടെ ഒന്ന് പിടിച്ച്. കണ്ണ് ഇവിടെ ഇരിക്കുന്നത്, പക്ഷേ ഇത് പറയുന്നത് ഇവിടെ കണ്ണുണ്ടെന്നാണ്. ഈ വചനം പറയുന്നത് നമ്മുടെ എല്ലാം ഇവിടെ ഒരു കണ്ണുകൂടെ ഉണ്ട്. ഇത് ശരീരത്തിൻ്റെ കണ്ണാണെങ്കിൽ ഇത് ആത്മാവിൻ്റെ കണ്ണാണ്. ഇത് ഹൃദയത്തിൻ്റെ ദൃഷ്ടി, ഹൃദയദൃഷ്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നേത്രം. ഈ കാഴ്ച കൊണ്ട് ഭൗതികമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷേ ഇതിനകത്തൊരു സാധനമുണ്ട്, ഇവിടെ കണ്ണുകളുണ്ട്. അതുകൊണ്ടാണ് സ്പിരിറ്റ് വേൾഡ് അല്ലെങ്കിൽ ഫിസിക്കലല്ലാത്ത, നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങൾ കാണാൻ അകത്തെന്ത് വേണം? ഇവിടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കണം. ഇത് അടഞ്ഞു പോയാൽ പിന്നെ ഒന്നും എനിക്ക് കണ്ടുകൂടാം. അതുപോലെ പലരുടെ ഇവിടെ അടഞ്ഞിരിക്കുകയാണ് ഹൃദയത്തിൻ്റെ കണ്ണുകൾ. അവർക്ക് സ്പിരിച്വലായിട്ടുള്ള ഒന്നും കാണാൻ സാധ്യമല്ല. വിതൗട്ട് റെവലേഷൻ ലൈഫ് ബിക്കംസ് റിയാക്ഷൻ. വെളിപാടില്ലെങ്കിൽ ജീവിതം വെറും പ്രതികരണങ്ങൾ മാത്രമായിരിക്കും. ഇറ്റ് വിൽ നോട്ട് ബി പ്രൊആക്റ്റീവ്, ഇറ്റ് വിൽ ബി റിയാക്റ്റീവ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണമായിട്ട് മാത്രം ജീവിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ നമ്മളായി മുൻകൈയെടുത്ത് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന പരിപാടി, പ്രൊആക്റ്റീവ് നേച്ചർ ഉണ്ടാവില്ല. ലൈറ്റ് ഹൗസ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഐ ഹാവ് സീൻ ലൈറ്റ് ഹൗസ്. ഞാൻ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ട്. വീക്ഷാഗോപുരം, അതുപോലെ പ്രകാശഗോപുരം, അതാണ് എൻ്റെ കറക്റ്റ് വേർഡ്, പ്രകാശഗോപുരം എന്ന് വെച്ചാൽ കപ്പലുകൾക്കൊക്കെ തുറമുഖത്തേക്ക് വരാൻ വേണ്ടി ഡയറക്ഷൻ കൊടുക്കുന്ന കടൽ തീരത്ത്. ഇപ്പോൾ ഈ എറണാകുളത്തുള്ളവർക്കറിയാം, നമ്മുടെ വൈപ്പിനിലൊരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഈ നെഹമായ എമ്മിയൊക്കെ ചെറുതായിരുന്ന സമയത്ത്, അതുപോലെ ഇവിടുത്തെ ബ്ലെസ്സിങ് ടൂറിലെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ പിള്ളേരൊക്കെ കയറ്റി ഞങ്ങൾ പോകും. എന്നിട്ട് അതിൻ്റെ സ്റ്റെപ്പിലൂടെ കയറി ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ വാവ്, ഭയങ്കരമായി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ കയറാം. ഇതുപോലെ ഒത്തിരി ലൈറ്റ് ഹൗസുകളുണ്ട്. ഇതെല്ലാം കടൽ തീരത്താണ്. സമുദ്രത്തിലൂടെ ദൂരെ നിന്ന് ചക്രവാളത്തിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഈ ലൈറ്റ് ഹൗസാണ്. അതിൽ തന്നെ ഇങ്ങനെ കറങ്ങുന്ന ലൈറ്റ് ഇങ്ങനെ കാണും. ഇത് കാണുമ്പോഴാണ് അത് കൊച്ചി കപ്പിത്താന കൊച്ചിയെ നോക്കി ഇത് ഓടിക്കാൻ പറ്റുന്നത്. ആ പ്രകാശഗോപുരം അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് ഒരു കപ്പലിനെ ഗൈഡ് ചെയ്യുന്നത് പോലെ നമ്മുടെ അകത്ത് ദൈവം നൽകുന്ന ദർശനം നമ്മുടെ ലൈഫിനെ, ഈ നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ ആ ഡയറക്ഷനിലായിരിക്കും പോകുന്നത്.
ആ ദർശനമില്ലെങ്കിലാണ് ജനം മര്യാദ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് ഹൗസ് ഇല്ലെന്നിരിക്കട്ടെ, ഈ കപ്പൽ എങ്ങോട്ടാണ് പോവുക? അതിന് പിന്നെ ലക്ഷ്യമൊന്നുമില്ല, പോകുന്നിടത്തേക്ക് പോകും. അങ്ങനെയാണ് പലരുടെയും ജീവിതം. എങ്ങോട്ടാണ് പോകുന്നത്? ലക്ഷ്യബോധമൊന്നുമില്ല. എത്രയോ ചെറുപ്പക്കാർക്ക് ലക്ഷ്യബോധമില്ല, പ്രായമുള്ളവർക്ക് ലക്ഷ്യബോധമില്ല. എന്തിനാണ് ജീവിക്കുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത്. ജനിച്ചു പോയില്ലേ, ജീവിക്കുമല്ലേ, മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ അങ്ങ് ജീവിക്കുമോ? ദർശനമില്ലെങ്കിൽ മര്യാദ വിട്ടു. ദർ ഇസ് നോ എയിം ഇൻ ലൈഫ്, ദർ ഇസ് നോ ഗോൾ ഇൻ ലൈഫ്. നമ്പർ 2, വിഷൻ മസ്റ്റ് ബി റിട്ടൺ ക്ലിയർലി. ഹബക്കൂക്കിൻ്റെ അവിടെ കാണുന്നൊരു പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലായി. ദർശനമുണ്ട്, അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ്, ഇറ്റ് ഷുഡ് ബി സ്ക്രിപ്റ്റഡ്, ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഡൗൺ. ദർശനം എഴുതണം. എത്ര പേര് ദർശനം എഴുതിയിട്ടുണ്ട്? നമ്മുടെ ബ്ലെസ്സിങ് ടുഡേക്ക് ദർശനമുണ്ട്, ദൗത്യമുണ്ട്, അതായത് വിഷനുണ്ട്, മിഷനുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ പേജിൽ തന്നെ, ഇത് തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ പേജിൽ കാണുന്ന ഈ റൗണ്ട്, അതിൻ്റെ താഴെ അത് വളരെ വ്യക്തമായി അവർ വിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എ പ്രിപ്പേർഡ് ചർച്ച് ഫോർ ജീസസ് ക്രൈസ്റ്റ്. രൂപാന്തരപ്പെട്ട സമൂഹങ്ങളും യേശു ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ടൊരു സഭയും. അതിനു വേണ്ടിയാണ് ഈ ബ്ലെസ്സിങ് ടുഡേ നിലകൊള്ളുന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ താഴെ മിഷൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരു പ്രത്യേക ലോഗോ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇത് നമ്മുടെ സഭയുടെ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ മൂവ്മെൻറ്റിൻ്റെ, നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ ഈ ദർശനമാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചില ലക്ഷ്യങ്ങൾ വേണം. ഇത് കോർപ്പറേറ്റ് വിഷനാണ്, നമുക്കെല്ലാവർക്കും കൂടെ, ബ്ലെസ്സിങ് ടുഡേ ഫാമിലിക്ക് മൊത്തം ഉള്ളതാണ്. നമ്മളെല്ലാവരും ആ വിഷൻ കാരിയേഴ്സാണ്. എന്നാൽ അതിനോട് ചേർന്ന് ആ ദർശനത്തോട് അലൈൻഡ് ആയിട്ടുള്ള ദർശനം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് എല്ലാവർക്കും ഒരു വിഷനോടുകൂടി പോകാൻ പറ്റും. വിഷൻ കൂടിയാൽ ഡിവിഷൻ ഉണ്ടാവും. ഓക്കെ, അൺറിട്ടൺ വിഷൻ ബിക്കംസ് ഫൊർഗോട്ടൺ ഇൻസ്പിറേഷൻ. ഇതിന് കാരണം ഇതെഴുതി വച്ചില്ലെങ്കിൽ, ഞാനിതിൻ്റെ പിന്നിലെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയിൽ തന്നെ നടന്ന ഒരു കോൺഫറൻസിൽ, ശുശ്രൂഷയുടെ തുടക്കകാലത്താണ്, ആരാണെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു കോൺഫറൻസിൽ നിങ്ങളുടെ സഭയ്ക്കൊരു ദർശനമുണ്ടോ? കോൺഫറൻസ് സ്പീക്കർ ചോദിക്കുകയാണ്. ഒരു മിഷനുണ്ടോ? അപ്പോൾ അന്നാണ് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയൊക്കെ വേണമല്ലേ? ഓക്കെ, വെറുതെ ഇങ്ങനെ കൈയടിച്ച് പാട്ടുപാടി പോയാൽ പോരാ, ഇതൊക്കെ വേണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അനേക മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങളെടുത്തൊന്നും എനിക്കറിയില്ല. അതിനുശേഷമാണ് ഈ വിഷൻ ഇവോൾവ് ചെയ്ത് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തത്. അതുപോലെ നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പറയാൻ കാരണം, ഇതെഴുതി ഹബക്കൂക്കിനോട് കർത്താവ് പ്രത്യേകിച്ച് പറയുകയാണ്, ഇതുമായി ഓടുന്നവന്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവൻ, ഇത് വായിക്കുന്നവൻ ഓടത്തക്ക രീതിയിൽ അത് തെളിവായി എഴുതുക, വ്യക്തമായി എഴുതണം. എഴുതിയില്ലെങ്കിൽ യു ക്യാൻ ഫോർഗെറ്റ് അബൌട്ട് എനി കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഇൻസ്പിറേഷൻ ലൈഫിലില്ല. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്നത്. എഴുതപ്പെട്ട ദർശനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ലിഖിതമായ ദർശനമുണ്ടെങ്കിൽ, അത് എന്തായി തീരുമെന്ന് പറയുക, സ്ട്രക്ചേർഡ് ഡയറക്ഷനായി മാറുന്നു. വളരെ ഘടനയുള്ള നല്ലൊരു ഡയറക്ഷനിലേക്ക് അത് പോകും. ക്ലാരിറ്റി പ്രൊഡ്യൂസസ് മൊമെൻറ്റം. വ്യക്തതയുണ്ടെങ്കിൽ നമുക്ക് ആവേഗമുണ്ട്, അതിഭയങ്കരമായി മുന്നിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. നെഹമ്യാ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 17 and 18. നെഹമ്യാവിൻ്റെ പുസ്തകം എടുക്കുക, 2-ാം അധ്യായത്തിൻ്റെ 17-18. നെഹമ്യാ ക്ലിയർലി എക്സ്പ്ലെയിൻഡ് ദ വിഷൻ ടു റീബിൽഡ് ജെറുസലം. 4 മാസത്തെ ലീവ് എടുത്ത് പിതാക്കന്മാരുടെ പട്ടണമായ ജെറുസലേമിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. 1 നൂറ്റാണ്ടിലധികമായി മതിലില്ലാതെ കിടക്കുന്ന പട്ടണത്തിൻ്റെ പണി, വാൾ റീബിൽഡ് ചെയ്യണം. അദ്ദേഹം വളരെ ക്ലിയറായിട്ട് അവിടെയുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ വിളിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു, നമുക്ക് ഇത് പുനർനിർമ്മിക്കണം. അതാണ് ക്ലാരിറ്റി. ഈ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലട്ടറാണ്. ലൂക്ക് 14 and verse number 28, ലൂക്കോസിൻ്റെ സുവിശേഷം 14:28. സപ്പോസ് വൺ ഓഫ് യു വാണ്ട്സ് ടു ബിൽഡ് എ ടവർ. നിങ്ങളൊരാൾക്കൊരു ഗോപുരം പണിയണമെന്നിരിക്കട്ടെ. വാട്ട് യു ഫോർ സിറ്റ് ഡൗൺ ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ്. നിങ്ങൾ ഇരുന്ന് അതിൻ്റെ ചിലവ് എത്രയെന്ന് കണക്ക് കൂട്ടുകയില്ലയോ?
ഞാൻ ബ്ലെസ്സിങ് ടുഡേയിൽ എല്ലാവരോടും പറയാറുള്ളത്, ഇപ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് കൺസ്ട്രക്ഷനൊക്കെ നടത്തുമ്പോൾ അത് ഞാൻ പറയും, അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ കോസ്റ്റ് വർക്കൗട്ട്, എൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക, എത്ര രൂപയാകും, പണിക്കൂലി എത്രയാകും, മെറ്റീരിയൽ കോസ്റ്റ് എത്രയാകും, എല്ലാം കൂടി എത്രയാകും, ടോട്ടൽ എടുക്കുക, പൈസ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. Proverbs 16:9, സദൃശവാക്യങ്ങൾ 16:9, ഇൻ their hearts humans plan their course, but the Lord establishes their steps. മനുഷ്യ ഹൃദയത്തിൽ പല പദ്ധതികളും നിരൂപിക്കും, എന്നാൽ ദൈവമാണ് അവരുടെ കാലടികൾ, അവരുടെ ചുവടുകളെ സ്ഥിരപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങളുടെ ദർശനം മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ അതുമായി ഓടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹബക്കൂക്കിനോട് പറയുന്നത്, ഇഫ് അതേഴ്സ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ വിഷൻ ദേ കനോട്ട് റൺ വിത്ത് ഇറ്റ്. കൂടെ ഓടാൻ പറ്റൂ, ഈ ദർശനത്തോട് ചേരാൻ പറ്റൂ, ആ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ പണിയുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, പണ്ടുകാലം മുതലുള്ളൊരു രീതി ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്തെങ്കിലും ഓട്ടോ കാഡിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് ബ്ലൂ പ്രിൻ്റ്. അത് വളരെ സിമ്പിളാണ്, അതിലൊന്നുമില്ല, കുറേ വരകൾ മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഗൈഡ്സ് ദ എൻറ്റയർ കൺസ്ട്രക്ഷൻ. മൊത്തം നിർമ്മിതിയുടെ കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന അതാണ്. വിഷൻ ഓൺ പേപ്പർ ബിക്കംസ് എ ബ്ലൂ പ്രിൻ്റ് ഫോർ പ്രോഗ്രസ്. ഒരു പേപ്പറിൽ ഒരു ബ്ലൂ പ്രിൻ്റ് പ്രിൻ്റ് ചെയ്തെടുത്താൽ അതാണ് പ്രോഗ്രസ് നിശ്ചയിക്കുന്നത്, അതിലാണ് പുരോഗതി. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുപോലെ ഡയറിയിലൊക്കെ വചനമൊക്കെ എഴുതി പഠിക്കുന്ന സ്വഭാവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്തില്ലാത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളല്ലാതെയുള്ള പേഴ്സണൽ ഡയറിയിലോ എവിടെ കുറിച്ച് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ് വാട്ട് ഗോഡ് ഹാസ് ഷോൺ യു. ദൈവം നിങ്ങളെ പ്രാർത്ഥനയിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ എഴുതുക. ക്ലാരിറ്റി റിമൂവ്സ് കൺഫ്യൂഷൻ. എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റിത്തരുന്നത് വ്യക്തതയാണ്. ദൈവം എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, എൻ്റെ ജീവിതകാലത്ത് ഞാൻ നേടിയെടുക്കേണ്ടത് ഇന്നതാണ്. ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്പർ 3, വിഷൻ റിക്വയർസ് പേഷ്യൻസ് ആൻഡ് ഫെയ്ത്ത്. ദർശനത്തിന് ക്ഷമയും വിശ്വാസവും ആവശ്യമാണ്. ദർശനം കിട്ടിയിട്ട് കാര്യമില്ല, വളരെ നല്ല രീതിയിൽ ക്ഷമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, അതുപോലെ വിശ്വാസം കൂടി മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അതാണ് ഹബക്കക്ക് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 3. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 2-3 വചനത്തിൽ പറയുന്നത്, ദ വിഷൻ അവെയ്റ്റ്സ് ആൻ അപ്പോയിൻറ്റഡ് ടൈം. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. എൻ്റെ അർത്ഥം, ദർശനം നമ്മൾ കിട്ടി, നാളെ ദർശനം നിറവേറണമെന്നില്ല. ദർശനം എന്ത് ചെയ്യും? നീണ്ട് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ദർശനങ്ങൾ പൂർത്തിയാകാൻ പോകുന്നത്. വിഷൻ ഈസ് ഓഫ്റ്റൻ ക്ലിയർ ബട്ട് ദ ടൈമിംഗ് ഈസ് പ്രോഗ്രസീവ്. ദർശനം വളരെ ക്ലിയർ ആയിട്ടുണ്ട്, പക്ഷെ കാര്യമായ ഒന്നും കാണുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. കാരണം ടൈമിംഗ് ഈസ് പ്രോഗ്രസീവ്. അതിനുള്ളൊരു ടൈമിംഗ്, അതിനൊരു കാലം ദൈവം വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്തോറും അടുത്തടുത്ത് വരും. ഡിലേ ഡസ് നോട്ട് മീൻ ഡിനയൽ, ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, താമസിക്കുന്നു, ഉള്ളിലുള്ള ദർശനം നിറവേറാൻ താമസിക്കുന്നു, എപ്പോൾ നടക്കും. ആ താമസത്തിൻ്റെ അർത്ഥം ദൈവം ഉപേക്ഷിച്ചെന്നോ അല്ലെങ്കിൽ ഇത് നടക്കില്ലെന്നോ ഒന്നുമല്ല. എന്തൊക്കെയോ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, വികസിപ്പിച്ചെടുക്കുകയാണ്. ചില വചനങ്ങൾ കുറിക്കണേ, കമൻറ്റ് സെക്ഷനിൽ ഇടാനൊന്നും മറക്കല്ലേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിലും ഇതെല്ലാം കൂടെ എഴുതിയ ശേഷം ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കൊണ്ടുവന്ന് ഇടാം. ഹീബ്രൂസ് 10:36, എബ്രായ ലേഖനം 10:36, യു നീഡ് ടു persevere so that when you have done the will of God you will receive what he has promised. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം, അല്ലെങ്കിൽ സ്ഥിരോത്സാഹം ആവശ്യമാണ്. മടുത്തു പോകരുത്. Genesis 12 verses 1-4, Abraham moved before he saw fulfillment. ദർശനം, തനിക്ക് കിട്ടിയ വിളിയും ദർശനം അനുസരിച്ചുള്ള ഒന്നും കണ്ടില്ലെങ്കിൽ പോലും അബ്രഹാം വിളിക്കപ്പെട്ടപ്പോൾ ആ ദർശനത്തിനനുസരിച്ച് താൻ ഇറങ്ങി പുറപ്പെട്ടു. ഗലേഷ്യൻസ് 6:9, ഗലാത്യലേഖനം 6:9 പറയുന്നത്, ഡു നോട്ട് ഗ്രോ വിയറി ഇൻ ഡൂയിങ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്,
തളർന്നു പോകരുത്. വിഷൻ ടെസ്റ്റ് യുവർ എൻഡ്യൂറൻസ് ബിഫോർ ഇറ്റ് റിവാർഡ്സ് യുവർ ഒബീഡിയൻസ്. ഈ നിങ്ങളുടെ അനുസരണത്തിനുള്ള പ്രതിഫലം കൈപ്പറ്റുന്നതിന് മുൻപ് ദർശനം നിങ്ങളുടെ സഹിഷ്ണുത, പിടിച്ചു നിൽക്കാനുള്ള കഴിവിനെ പരിശോധിക്കും. അല്ലെങ്കിൽ പിടിച്ചു നിന്നാൽ മാത്രമേ ദൈവത്തെ അനുസരിച്ച് പ്രതിഫലം കിട്ടുകയുള്ളൂ. സ്ഥിരോത്സാഹം കാണിക്കണമെന്നർത്ഥം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എ സീഡ് ക്യാരീസ് എ ട്രീ വിത്തിൻ ഇറ്റ്. എന്തിൻ്റെയെങ്കിലും ഒരു വിത്തെടുത്താൽ, ഒരു കുരു, അതിൻ്റെ അകത്തൊരു മരം ഇരിപ്പുണ്ട്, ഒരു ചെടി ഇരിപ്പുണ്ട്, ഒരു പ്ലാന്റ് അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ബട്ട് ഗ്രോത്ത് ഈസ് ഹിഡൻ ബിഫോർ ഇറ്റ് ഈസ് വിസിബിൾ. എന്നാൽ അത് പ്രകടമാകുന്നതിന് മുമ്പ് വളർച്ച മറഞ്ഞിരിക്കുകയാണ്. വിഷൻ മെച്യൂർസ് അണ്ടർഗ്രൗണ്ട് ബിഫോർ ഇറ്റ് മാനിഫെസ്റ്റ് എബവ് ഗ്രൗണ്ട്. അതായത് ഭൂമിക്കടിയിൽ, മണ്ണിനടിയിൽ അത് വളർന്നു വന്ന ശേഷമാണ് മണ്ണിന് മുകളിൽ അത് പ്രകടമാകുന്നത്. ഇതുപോലെയാണ് വിഷനും. അത് വിരിഞ്ഞു വരാൻ, വികസിക്കാൻ ഒരു സമയം വേണം. അതായത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ എന്തെങ്കിലും പുറത്തേക്ക് വരാൻ സമയമെടുക്കും. സോ സ്റ്റേ ഫെയ്ത്ത്ഫുൾ ഇൻ സ്മോൾ സ്റ്റെപ്സ്. കൊച്ചു കൊച്ചു ചുവടുകളെടുക്കുമ്പോൾ അതിൽ വിശ്വസ്തത കാണിക്കണം. ഇപ്പോഴേ ഗോഡ് ഓണേഴ്സ് പെർസിസ്റ്റൻ്റ് ബിൽഡേഴ്സ്. സ്ഥിരതയോടെ പണിതുകൊണ്ടേയിരിക്കുന്നവരെ ദൈവം ഒരു നാളിൽ ബഹുമാനിക്കും. അവസാനത്തെ ഒരു കാര്യം കൂടെ, 4, വിഷൻ ക്രിയേറ്റ്സ് ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ. ദർശനം ഫോക്കസും അതുപോലെ അച്ചടക്കവും ഉണ്ടാക്കിയെടുക്കും. ഫോക്കസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന. ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മളെ തന്നെ അച്ചടക്കത്തിൽ കൊണ്ടുപോകാനും സഹായിക്കും. ബിക്കോസ് വെൻ യു നോ യുവർ വിഷൻ, ഡിസ്ട്രാക്ഷൻസ് ലൂസ് ദിയർ പവർ. കാരണം കൃത്യമായി ലൈഫിൽ ഒരു ദർശനമുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ പതറിപ്പോകേണ്ട ആവശ്യമില്ല. ശ്രദ്ധ പതറാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ദർശനമാണ്. ഓക്കെ, നെഹമ്യാ ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 3. നെഹമ്യാവിൻ്റെ പുസ്തകം 6:3 പറയുന്നത്, ഐ എം ക്യാരിയിങ് ഓൺ എ ഗ്രേറ്റ് പ്രോജക്റ്റ് ആൻഡ് കനോട്ട് ഗോ ഡൗൺ. ഒത്തിരി വെല്ലുവിളികളും പരിഹാസങ്ങളുണ്ടായി ഇറങ്ങി വരാനൊക്കെ പറഞ്ഞു. അപ്പം നെഹമ്യാവ് പറയുകയാണ്, ഐ എം ക്യാരിയിങ് ഓൺ എ ഗ്രേറ്റ് പ്രോജക്റ്റ്. ഞാൻ വലിയൊരു പണി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇറങ്ങി വരാൻ മനസ്സില്ല, എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണ്? ദർശനമുണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കും. എല്ലാവരും കളിച്ച് നടക്കുമ്പോൾ, എല്ലാവരും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തേരാപ്പാര നടക്കുമ്പോൾ, ദർശനമുള്ള ഒരാൾ അതിലും ഇതിലും സമയം കളയാതെ കൃത്യമായ ട്രാക്കിൽ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. ഫിലിപ്പ് ലേഖനം 3:13-14. ഫിലിപ്പിയൻസ് 3:13-14. പ്രസ്സിങ് ടുവേർഡ് ദ ഗോൾ. ആ വൺ തിങ്കേഴ്സ് എന്ന മെസ്സേജൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യക്കാർ, ഒരു കാര്യം മാത്രം ചെയ്യുന്നവർ, അവരുടെ പ്രത്യേകതയാണ് ഞാൻ ലക്ഷ്യത്തിലേക്ക് ആഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. വാവ്. ഇനി 1 Corinthians 9:26, 1 Corinthians 9:26, ഐ ഡു നോട്ട് റൺ ലൈക്ക് സംവൺ റണ്ണിങ് എയിംലെസ്ലി. ലക്ഷ്യമില്ലാതെയല്ല ഞാൻ ഓടുന്നത്, വളരെ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഓരോ ചുവടുകളും വയ്ക്കുന്നത്. ബിക്കോസ് വിഷൻ പ്രൊട്ടക്ട്സ് ഫ്രം വാണ്ടറിങ്. ദർശനമില്ലാത്ത ഒരാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. കണ്ടിട്ടുണ്ട് ചില യുവക്കന്മാർ, ചിലപ്പോൾ റിട്ടയർ ചെയ്ത ആളുകളും ജോലി കഴിഞ്ഞ് വരുന്ന ആണുങ്ങളൊക്കെ ചില സമയത്ത് കവലയിൽ പോയി, ക്ലബ്ബിൽ പോയി കുറേ നേരം സംസാരിച്ചിരിക്കുക, കളിക്കുക, ക്യാരംസ് കളിക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. അതിന് നമ്മൾ തന്നെ പറയുന്നത് ടൈം കില്ലിങ് അല്ലേ? സമയത്തെ കൊല്ലുകയാണ്, സമയത്തെ കൊല്ലുക, അടിച്ചു കൊല്ലുക. കാരണം സമയം ഒത്തിരി ഇങ്ങനെ കിടക്കുക, ചെയ്യാൻ ജോലിയൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ദർശനമൊന്നുമില്ല, ഒന്നും നേടാനൊന്നുമില്ല. ജോലി ചെയ്യുക, ഏട്ടത്താഴം കഴിക്കണം, കിടന്നുറങ്ങണം, രാവിലെ പോകണം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരാണ് അവിടെ ഇവിടേക്ക് നടന്ന് ഒന്ന് കറങ്ങിയിട്ട് വരാം, അവിടെ പോയിരിക്കാം, ഇവിടെ പോയിരിക്കാം, സംസാരിച്ചിരിക്കുക, ചാറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്തതിലേക്ക് പോവുക. ഇതൊക്കെ ദർശനമില്ലാത്ത ഒരാളുടെ ലക്ഷണമാണ്. അത് ഏത് പ്രായത്തിലും വരാം. പല കുട്ടികളുടെ മാതാപിതാക്കളും വന്നിട്ട് പ്രാർത്ഥിക്കും, ബ്രദറെ ഇവനൊന്നും പഠിക്കുന്നില്ല, ഇവളൊന്നും പഠിക്കുന്നില്ല, ഏതു നേരവും മൊബൈൽ, ഏതു നേരം കളിച്ചിരിക്കുക, ഏതു നേരവും എന്തൊക്കെയോ കളിക്കുക, ഏതു നേരവും ബൈക്ക് എടുത്തിട്ട് പോക്കാണ്. കാരണം ദർശനമില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മ വരുന്നതിനെക്കുറിച്ച് യോവേൽ പ്രവാചകൻ
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കുമ്പോൾ പറഞ്ഞത്, അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കുക. അവർക്ക് ദർശനം ഉണ്ടാകും. സാധാരണ ദർശനം അവർക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ചൊരു വിഷനൊന്നുമില്ല, ഇന്ന് തുടങ്ങണം പ്രാർത്ഥിക്കാൻ. കർത്താവ് ഒരു വിഷൻ തരണേ. ആ വിഷൻ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വെറുതെ കളയില്ല ലൈഫിൽ. ഐ ഹാവ് എ വിഷൻ, ഐ ഹാവ് സംതിങ് ടു അച്ചീവ്. ഇതില്ലെങ്കിൽ കോടിക്കണക്കിന് പേർക്ക് ഒരു ദർശനമില്ലല്ലോ, ജീവിതത്തിൽ ഒരു ദർശനവുമില്ല. പക്ഷേ ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന നിങ്ങൾക്കൊരു ദർശനം കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. അതെ, ബ്രദറിനെ എങ്ങനെ അറിയാം? അല്ലെങ്കിൽ നിങ്ങളിത് കാണില്ല. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു വലിയൊരു ഒരു ഇതാണല്ലേ ഈ അമ്പും വില്ലും അമ്പെയ്ത്ത് മത്സരം അല്ലേ. അതിൽ ഈ ഒരു ആർച്ചർ, അയാൾക്ക് ഒരു ടാർഗറ്റ് ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് ഇത് വിടുന്നത്? കുറേ സർക്കിൾസ്, അതിന് നടുവിലൊരു പൊട്ട്, അവിടെ അതുണ്ടെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും ചെയ്യാം. ആ ടാർഗറ്റ്. സോ ഫോക്കസ് ഡിറ്റർമിൻസ് ഇമ്പാക്റ്റ്. അതുകൊണ്ട് നമ്മുടെ ലൈഫിലൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ടുണ്ടാകുന്ന സ്വാധീനത്തെ നിശ്ചയിക്കുകയുള്ളൂ. അപ്പോൾ ദൈവം ഒരു ദർശനം തന്നാൽ അതോടെ ലൈഫ് ഭയങ്കര സ്ട്രോങ് ആവും. നിങ്ങൾ തന്നെ സ്ട്രോങ് ആവും. എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട്, മീനിങ് ഉണ്ട് ലൈഫിന്. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നതിന് വേണ്ടിയാണ്. എന്തിനു ജീവിച്ചിരിക്കണം? ചിലർ ചോദിക്കുന്നത്, എന്തിന് ഞാൻ ജീവിക്കണം? ചാവും. കാരണം അത് ദർശനമില്ല. ഞാൻ ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയം കഴിഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കാം. കൈനീട്ടം. കർത്താവേ, എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ദർശനം ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്നും മായാദർശനങ്ങളല്ല, വെറും പകൽക്കിനാവല്ല, വെറും സ്വപ്നമല്ല, പേടി സ്വപ്നമല്ല, ദൈവത്തിൽ നിന്നുള്ള ദർശനം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം ജീവിതത്തിൽ ഇപ്പോൾ വിവിധ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭർത്താക്കന്മാർ മദ്യപാനികളാണ്. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ പിടിക്കപ്പെട്ട് അവർ ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരട്ടെ. ഡ്രഗ് അബ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ പുറത്തു വരട്ടെ. ഫോണോഗ്രഫിയുടെ അഡിക്റ്റായിട്ടുള്ള എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. വലിയ വിടുതലുകൾ കർത്താവ് എല്ലാവർക്കും നൽകുന്നതിനായി നന്ദി. രോഗികളെ സൗഖ്യമാക്കിയതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കമൻറ്റ് സെക്ഷനിൽ ഇതിന് ശേഷം എല്ലാവരും ഇടണം. ഈ ചാനൽ യൂട്യൂബിലേക്ക് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. സോഷ്യൽ മീഡിയയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഫോളോ ചെയ്യുക. ഗോഡ് ബ്ലസ് യു ഓൾ. സീ ടുമോറോ. ബൈ.